ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക് ദിനാശംസകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. നമ്മളന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കുറച്ച് കോഴിയും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് വരാനുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പുതിയ കോഴികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ മേലത്തെ കുട്ടികളിൽ കിടപ്പുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്ത പുതിയ കോഴികൾ അങ്ങനെ എത്തി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചിനെ നമ്മൾ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പം 3 തട്ടിലായിട്ടും കുട്ടികളുണ്ട്. ഇനി നമ്മളാണെങ്കിൽ 2 കൂടും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ അങ്ങോട്ടൊക്കെ അങ്ങ് മാറ്റിയിടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ കോഴി വളർത്തലെന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ അങ്ങനെ നഷ്ടമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം ലാഭം കിട്ടുന്ന കാര്യം. ഞാൻ ഇനി വെയിലത്ത് ഇച്ചിരി മാറിയില്ല. അപ്പം അത്യാവശ്യം നല്ല ലാഭം കിട്ടുന്ന കാര്യം തന്നെ കേട്ടോ ഈ കോഴി വളർത്തൽ. മുട്ടയ്ക്കാണെങ്കിലും ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിലും 2 രീതിയിൽ നമുക്ക് കോഴി വളർത്താം. എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ സെക്കൻഡ് ബാച്ചിനെ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയത്. നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ് ഇതിൽ കിടക്കുന്നതും അപ്പുറത്ത് കിടക്കുന്നതും കണ്ടല്ലോ. ഇത് രണ്ടും ഫസ്റ്റ് ബാച്ച്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചിനെ എടുത്തേക്കാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിനെ കൂടെ എടുത്തപ്പോൾ നമുക്ക് ഈ കൂട് മതിയാവത്തില്ല എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇനി കൂട് വേറെ പണിയണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. എല്ലാവരും പറയായിരുന്നു ജോലിക്കോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നു. ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളെ കൂടുതൽ നോക്കുന്നത്. സംഗതി എന്ന് വെച്ചാൽ ഡോറയൊക്കെ നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കോഴി